2019 ജൂൺ മാസത്തിൽ കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് KCYM K2K കാസർഗോഡ് ടു കന്യാകുമാരി ഒരു യുവജന സമാധാന റാലി 10 ദിവസം നീളുന്ന വലിയ സമാധാന സന്ദേശ യാത്ര, ഇൻ്റർനാഷണൽ പീസ് കോൺഫറൻസ്, സമാധാനത്തിനു വേണ്ടിയുള്ള ചെറുപ്പക്കാരുടെ പ്രതിജ്ഞ എടുക്കൽ, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് 2019 ജൂൺ മാസത്തിൽ കേരള ജനതയുടെ മനസാക്ഷിയെ ഉണർത്താൻ ശ്രമിക്കുകയുണ്ടായി. അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, KCYM ചെറുപ്പക്കാർ അന്ന് കേരള സമൂഹത്തിലെ ചെറുപ്പക്കാരെ എല്ലാവരെയുമാണ് അഡ്രസ്സ് ചെയ്തത്. അത് കത്തോലിക്കരെയോ ക്രിസ്ത്യാനികളെയോ അല്ല. എല്ലാ ചെറുപ്പക്കാരും സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുക, തീവ്രവാദം വെടിയുക, ഭീകരവാദത്തിന് നമ്മുടെ നാട്ടിൽ വേരുറയ്ക്കാൻ ഒരിടം പോലും ഇനി കൊടുക്കാതിരിക്കുക എന്നൊക്കെയുള്ള ശക്തമായ മുദ്രാവാക്യങ്ങൾ അന്ന് മുഴങ്ങുകയുണ്ടായി. ഒത്തിരി ചെറുപ്പക്കാർ, വ്യത്യസ്ത മതവിഭാഗങ്ങളിലൊക്കെ പെട്ട ചെറുപ്പക്കാർ ആ സമാധാന സന്ദേശ യാത്രയിൽ പങ്കെടുക്കുക ചെയ്തതും ഞാൻ ഓർക്കുകയാണ്. നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യം വ്യക്തമാക്കുന്ന സൂചനകൾ തുറന്നു പറഞ്ഞ ഫാദർ സേവ്യർ ഖാൻ വട്ടായിലിന്റെയും KCBC ബൈബിൾ കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ ജോഷി മയ്യാറ്റലിന്റെയും വാർത്തകൾ പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ KCBC ഉൾപ്പെടെയുള്ള സഭാ സംവിധാനങ്ങൾ നിരവധി തവണയാണ് ആശങ്ക രേഖപ്പെടുത്തിയിരുന്നത്. ക്രൈസ്തവരുടെ പ്രതികരണങ്ങളെ വർഗീയമായി ചിത്രീകരിക്കുന്നവർക്ക് മറുപടി നൽകിയ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സഹായമെത്രാൻ മാർ തോമസ് തറയലിന്റെ വാർത്തകളും പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. മെഡിക്കൽ സർജിക്കൽ നഴ്സായി ജോലി ചെയ്തിരുന്ന സ്പാനിഷ് യുവതി സന്യാസ ജീവിതം തെരഞ്ഞെടുത്തതും തൃശൂർ അതിരൂപത മാർ ജോസഫ് കുണ്ടുകുളം മെമ്മോറിയൽ കർഷകമിത്ര അവാർഡിന് അർഹയായ ജിസ്മി എന്ന പെൺകുട്ടിയുടെ വാർത്തകളും വിശേഷങ്ങളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. KCBC ഉൾപ്പെടെ സഭാ സംവിധാനങ്ങൾ നിരവധി തവണയാണ് സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയത്. ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയവരെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ തന്നെ കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യം വ്യക്തമാക്കുന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെന്ന് KCBC ബൈബിൾ കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നു. 2019 ഏപ്രിലിൽ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന 3 ദേവാലയങ്ങളിലായി നടന്ന ആ ബോംബ് സ്ഫോടനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ ബോംബ് സ്ഫോടനത്തോടെ കേരളം സത്യത്തിൽ അന്ന് ഞെട്ടിയതാണ്. അന്ന് പലരും പറയുന്നുണ്ടായിരുന്നു, ഇത്രയടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഇത്രയടുത്ത് ഇത് സംഭവിച്ചെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പലരും ഭയപ്പെട്ടു. ഏപ്രിൽ മാസത്തിൽ അങ്ങനെ ശ്രീലങ്കയിൽ നടന്ന ആ ബോംബ് ബ്ലാസ്റ്റിൽ 267 ജീവനുകളാണ് പൊലിഞ്ഞത്. അത് സത്യത്തിൽ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താനുള്ളൊരു അവസരമായിട്ട് കത്തോലിക്ക സഭ കാണുകയായിരുന്നു. ഞാൻ ഓർക്കുന്നു, വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു, 2019 ജൂൺ മാസത്തിൽ കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് KCYM K2K കാസർഗോഡ് ടു കന്യാകുമാരി ഒരു യുവജന സമാധാന റാലി, 10 ദിവസം നീളുന്ന വലിയ സമാധാന സന്ദേശ യാത്ര, ഇൻ്റർനാഷണൽ പീസ് കോൺഫറൻസ്, സമാധാനത്തിനു വേണ്ടിയുള്ള ചെറുപ്പക്കാരുടെ പ്രതിജ്ഞ എടുക്കൽ, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് 2019 ജൂൺ മാസത്തിൽ കേരള ജനതയുടെ മനസാക്ഷിയെ ഉണർത്താൻ ശ്രമിക്കുകയുണ്ടായി. അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, KCYM ചെറുപ്പക്കാർ അന്ന് കേരള സമൂഹത്തിലെ ചെറുപ്പക്കാരെ എല്ലാവരെയുമാണ് അഡ്രസ്സ് ചെയ്തത്. അത് കത്തോലിക്കരെയോ ക്രിസ്ത്യാനികളെയോ അല്ല. എല്ലാ ചെറുപ്പക്കാരും സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുക, തീവ്രവാദം വെടിയുക,
ഭീകരവാദത്തിന് നമ്മുടെ നാട്ടിൽ വേരുറയ്ക്കാൻ ഒരിടം പോലും ഇനി കൊടുക്കാതിരിക്കുക എന്നൊക്കെയുള്ള ശക്തമായ മുദ്രാവാക്യങ്ങൾ അന്ന് മുഴങ്ങുകയുണ്ടായി. ഒത്തിരി ചെറുപ്പക്കാർ, വ്യത്യസ്ത മതവിഭാഗങ്ങളിലൊക്കെ പെട്ട ചെറുപ്പക്കാർ ആ സമാധാന സന്ദേശയാത്രയിൽ പങ്കെടുക്കുക ചെയ്തതും ഞാൻ ഓർക്കുകയാണ്. ഇനി 2019 തന്നെ ജൂലൈ മാസത്തിൽ POCയിൽ KCF, കേരള കാത്തലിക് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സിംപോസിയം നടക്കുകയുണ്ടായി. ആ സിംപോസിയം ഭീകരതയ്ക്കെതിരെ ജാഗ്രത എന്ന വിഷയമാണ് അന്നെടുത്തത്. വളരെ കാര്യമായ ഭീകരവാദത്തിൻ്റെ ചരിത്രം, കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ ചരിത്രം എല്ലാം അന്ന് മുൻ DGP ശ്രീ ജേക്കബ് പുന്നൂസ് സാറ് ആ സിംപോസിയത്തിൽ വളരെ ദ ഹിസ്റ്ററി ഓഫ് ടെററിസം, ദ ഹിസ്റ്ററി ഓഫ് ഫണ്ടമെൻ്റലിസ്റ്റിക് ഐഡിയാസ് ഇൻ കേരള, ഈ ഒരു വിഷയം വളരെ ശക്തമായിട്ട് പൊതുജനം മധ്യത്തിലേക്ക് വരാവുന്ന രീതിയിൽ ശ്രീ ജേക്കബ് പുന്നൂസ് സാറ് അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെ കേരള സമൂഹത്തിൻ്റെ മുന്നിലേക്കാണ് വച്ചത് എന്നും ഞാൻ ഓർക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള കത്തോലിക്ക സഭ ഇതെല്ലാം ചെയ്തത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് വിചാരിക്കരുത്. കേരള കത്തോലിക്ക സഭ ഇത് ചെയ്തത് കേരളത്തിലെ പൊതു സമൂഹത്തിന് വേണ്ടിയായിരുന്നു. കേരളത്തിൻ്റെ പൊതുനന്മ ആഗ്രഹിക്കുന്ന, വർഷങ്ങളായി ഈ പൊതുനന്മയെ വർദ്ധിപ്പിക്കാനായി, മെച്ചപ്പെടുത്താനായി, ഉണർത്താനായി നിരന്തരം അധ്വാനിക്കുന്ന, വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സഭ ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഇടങ്ങളിലും ആ മേഖലകളിൽ ജാഗ്രത പുലർത്താൻ പൊതുസമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. 2019 തന്നെ നവംബർ മാസത്തിൽ ഒരു സിംപോസിയം കൂടി സംഘടിപ്പിക്കുകയുണ്ടായി. അത് എന്തായിരുന്നുവെന്നോ, ഭീകരവാദത്തിന് വളം വെച്ച് കൊടുക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പശ്ചാത്തലങ്ങൾ എന്നുള്ളതായിരുന്നു. ആ സിംപോസിയത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു, മുൻ DGP ശ്രീ സെൻകുമാർ അദ്ദേഹം വന്ന് ഭീകരവാദത്തെ വളർത്തുന്ന, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പശ്ചാത്തലങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ക്രൈസ്തവ സഭ നാളുകളായി നൽകിയ മുന്നറിയിപ്പ് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് തീവ്രവാദികളുടെ അറസ്റ്റ്. KCBC ഉൾപ്പെടെ സഭാ സംവിധാനങ്ങൾ നിരവധി തവണയാണ് സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രശസ്ത സുവിശേഷകനായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ഉൾപ്പെടെയുള്ളവർ ഷെഖേന ടെലിവിഷനിലൂടെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പല കേന്ദ്രങ്ങളിൽ നിന്നും ഇതിനെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണം. ഒരു ചെറിയ വിഭാഗം അതിതീവ്ര സ്വഭാവം കാണിച്ച് മനുഷ്യരെ കൊല്ലാനും, മനുഷ്യരെ നശിപ്പിക്കാനും, സമുദായങ്ങൾ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി. ഇന്ന് അത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. 10-20 വർഷക്കാലമായി നാം ജീവിക്കുന്ന ഈ കേരള സമൂഹം ദ്രുതഗതിയിൽ പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം തീവ്രവാദത്തിൻ്റെ വളർച്ചയാണ്. അത് എല്ലാ പാർട്ടികളിലേക്കും മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ്. എന്നാൽ തീവ്രവാദികളുടെ അറസ്റ്റോടെ ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയവരെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യം വ്യക്തമാക്കുന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളിൽ വിവിധ സർക്കാരുകൾ നിസ്സംഗത പുലർത്തുകയായിരുന്നു. വോട്ടുകളുടെ സ്വാധീനം നോക്കി തീവ്ര സ്വഭാവമുള്ള പല സംഘടനകളുമായും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം പുലർത്തി വരികയായിരുന്നു. ഈ പ്രീണനം തീവ്രവാദികൾക്ക് വളമൊരുക്കുന്നതായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അനിയന്ത്രിതമായ വരവും ഇടപെടലുകളും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതായും വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ നാളുകളിൽ പലതവണയായിട്ട് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ലേറ്റി കൗൺസിലും
കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ പലരും അവജ്ഞയോടെയാണ് കണ്ടത്. പക്ഷെങ്കിൽ സംസ്ഥാനം നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനമാണെന്നും അത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ഇന്ന് കയറിയിട്ടുണ്ടെന്നുള്ളതും ഒരു വാസ്തവമാണ്. KK ഓപ്പറേഷൻ എന്ന പേരിൽ കാശ്മീരിന് ശേഷം തെക്കേ കേരളത്തിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായ വസ്തുതാപരമായ കാര്യം. കുടിയേറ്റ തൊഴിലാളികളായിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്നവരെ ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണെന്നും ഏത് രാജ്യത്തു നിന്നുള്ളതാണെന്നും സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അന്വേഷിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാനും വോട്ട് ബാങ്കായിട്ട് മാറ്റുവാനും ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ നാടിനെ വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നതെന്നുള്ളത് മറക്കരുത്. ഷക്കീന TV ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടത്തിയത് മറ്റ് സമൂഹങ്ങൾക്കെല്ലാം ഒരു മാതൃകയും അത് അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യമാണെന്ന് സൂചിപ്പിക്കട്ടെ. ക്രൈസ്തവരുടെ പ്രതികരണങ്ങളെ വർഗീയമായി ചിത്രീകരിക്കുന്നവർക്ക് മറുപടിയുമായി ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ. സമുദായ ബോധത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം വർഗീയത പ്രോത്സാഹിപ്പിക്കുകയോ എന്നത് സഭാതലത്തിൽ തന്നെ ഉയരുന്ന ഒരു ചോദ്യമാണെന്ന ആമുഖത്തോടെയാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. വർഗീയത അപകർഷതയിൽ നിന്നാണ് വരുന്നത്. സമുദായ ബോധമാകട്ടെ അഭിമാനബോധത്തിൽ നിന്നും. ആരോഗ്യകരമായ സമുദായബോധം ഇല്ലാത്തപ്പോഴാണ് മറ്റുള്ളവർക്ക് വർഗീയമായി മുതലെടുപ്പ് നടത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭാമക്കളിൽ സഭയെക്കുറിച്ചുള്ള അഭിമാനബോധം വർദ്ധിപ്പിക്കാൻ സഭാ നേതൃത്വം പരിശ്രമിക്കണമെന്നും ബിഷപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ക്രിസ്ത്യാനിക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം അവൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ഈ അഭിമാനബോധമാണെന്നും എല്ലാ വംശങ്ങളെയും രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തീയതയ്ക്ക് എങ്ങനെയാണ് വർഗീയതയും വംശീയതയും പറയാനാവുക എന്നും ബിഷപ്പ് ചോദ്യമുയർത്തി. സഭാമക്കൾക്കൊരിക്കലും വർഗീയമാകാൻ സാധിക്കില്ല. കാരണം ജീവിതത്തിൽ മുഴുവൻ സ്നേഹിക്കാനും സഹോദരനു വേണ്ടി കുരിശെടുക്കുവാനുമാണ് അവർ പരിശീലിപ്പിക്കപ്പെടുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു. സഭയുടെ നന്മയെ മുതലെടുത്ത് സഭാമക്കളെ ദുർബലപ്പെടുത്തുവാൻ സമൂഹത്തിൽ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനും സർപ്പങ്ങളുടെ വിവേകത്തോടെ സഭാ നേതൃത്വം തയ്യാറാകണമെന്നും ബിഷപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ബ്രസീലിലെ തക്രാനയിലെ വിശ്വാസി സമൂഹം 200 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ഉയർത്തിയ ക്രൂശിത രൂപം ലോകശ്രദ്ധ നേടുകയാണ്. ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ച രൂപം നഗരത്തിന് സംരക്ഷണമേകുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. താക്കറാനയിലെ പ്ലാസ ആൾട്ടോ ദ സാന്താക്രൂസിലാണ് 17 മീറ്റർ ഉയരമുള്ള ക്രൂശിത രൂപം ഉയർത്തിയിരിക്കുന്നത്. ഇടവക ദേവാലയത്തിലെ മരം കൊണ്ടുള്ള ക്രൂശിത രൂപത്തിന്റെ മാതൃകയിലാണ് നിർമ്മാണം. ഇടവക രൂപം കൊള്ളുന്നതിന് മുൻപുണ്ടായിരുന്ന കൊച്ചു ചാപ്പൽ നിർമ്മിച്ച് 200 വർഷം പിന്നിടുന്ന അവസരത്തിലാണ് വിശ്വാസി സമൂഹം ഈ ക്രൂശിത രൂപം തയ്യാറാക്കിയത്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളുമായാണ് വിശ്വാസികൾ ഇവിടെ ഒത്തുചേർന്നത്. ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് വിശുദ്ധ കുരിശെന്ന് ഇവർ വ്യക്തമാക്കുന്നു. കൊളംബിയ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സ്പിരിച്വൽ പാർക്കിലെ വലിയ ക്രൂശിത രൂപം ഏവരുടെയും ശ്രദ്ധ നേടുകയാണ്. 262 അടി നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ ക്രൂശിത രൂപത്തിന്റെ ദൃശ്യങ്ങളാണ് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം മുതൽ നവമാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുന്നത്. കൊളംബിയയിലെ നെയ്വ നഗരത്തിൽ നിന്നും 10 മൈൽ അകലെ ഹൂയില എന്ന പട്ടണത്തിലാണ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സ്പിരിച്വൽ പാർക്ക് അഥവാ പാർക്യു എ സ്പിരിച്വൽ ലാ സാൻഗ്രേ ക്രിസ്തോ എന്ന ക്രിസ്ത്യൻ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിലെ ചാപ്പലിന് മുകളിലായാണ് വലിയ ക്രൂശിത രൂപം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ കണ്ടുവരാറുള്ള യേശുവിൻ്റെ കുത്തനെ നിർത്തിയിരിക്കുന്ന ക്രൂശിത രൂപത്തിൽ നിന്നും വ്യത്യസ്തമായി നിലത്ത് കിടക്കുന്ന രീതിയിലാണ് ക്രൂശിത രൂപത്തിൻ്റെ രൂപകൽപ്പന. വിശുദ്ധവാരത്തിലും മറ്റ് തിരുനാൾ ദിനങ്ങളിലും ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സ്പിരിച്വൽ പാർക്കിലെ കൂറ്റൻ ക്രൂശിത രൂപത്തിന് കീഴിലുള്ള ചാപ്പലിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനും പാർക്കിൽ ചിലവഴിക്കുന്നതിനുമായി നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്താറുള്ളത്. മെഡിക്കൽ സർജിക്കൽ നഴ്സായി ജോലി ചെയ്തിരുന്ന സ്പാനിഷ് യുവതിയുടെ വേറിട്ട ദൈവവിളി അനുഭവം ശ്രദ്ധേയമാകുന്നു. മരിയ റൈപ്സ് എന്ന 24-കാരിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് 2018 ഈസ്റ്റർ ആഘോഷമാണ്.
നവാര യൂണിവേഴ്സിറ്റി ക്ലിനിക്കിലെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠനം, കായിക പ്രവർത്തനങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ എല്ലാമായി സജീവമായിരുന്നുവെന്നും മരിയ പറയുന്നു. തന്റെ ജീവിതത്തിൽ അക്കാലഘട്ടത്തിൽ വലിയ ശൂന്യതയാണ് അനുഭവപ്പെട്ടിരുന്നത്. യാതൊരു ലക്ഷ്യവുമില്ലാതെയുള്ള ഓട്ടം എന്നാണ് തന്റെ മുൻകാല ജീവിതത്തെ മരിയ വിശേഷിപ്പിക്കുന്നത്. തന്റെ ദിനങ്ങൾ തിരക്കേറിയതായിരുന്നുവെങ്കിലും പ്രധാനപ്പെട്ടതെന്തോ തനിക്ക് നഷ്ടമായ ഒരു തോന്നലായിരുന്നു അക്കാലങ്ങളിൽ തനിക്കുണ്ടായിരുന്നതെന്ന് മരിയ വെളിപ്പെടുത്തുന്നു. 2018 യേസു കമ്മ്യൂണിയോ സഭാംഗങ്ങളായ സന്യാസിനിമാർക്കൊപ്പം ഈസ്റ്റർ ആഘോഷിച്ചതാണ് മരിയയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് താൻ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നതെന്നും യേസു കമ്മ്യൂണിയോ സഭാംഗമായ മരിയ വ്യക്തമാക്കുന്നു. സന്യസ്തരെ കണ്ടപ്പോൾ താൻ ആഗ്രഹിച്ചിരുന്ന പൂർണ്ണത അതാണെന്ന തോന്നൽ മരിയയിൽ ഉടലെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സമർപ്പിത ജീവിതത്തിനോടുള്ള ആഗ്രഹം തനിക്കുണ്ടായതെന്ന് മരിയ പറയുന്നു. സമർപ്പിത ജീവിതത്തെ പരിഹസിച്ചിരുന്ന സുഹൃത്തുക്കൾ വരെ തന്റെ ഇപ്പോഴത്തെ ആനന്ദകരമായ ജീവിതം കണ്ട് തന്റെ തീരുമാനത്തെ ബഹുമാനിക്കുകയും തനിക്കുവേണ്ടി പ്രാർത്ഥിക്കുകയുമാണെന്നും മരിയ പറയുന്നു. തൃശൂർ അതിരൂപത മാർ ജോസഫ് കുണ്ടുകുളം മെമ്മോറിയൽ കർഷകമിത്ര അവാർഡിന് അർഹയായ ജിസ്മി എന്ന പെൺകുട്ടിയുടെ മട്ടുപാവ് കൃഷി ശ്രദ്ധേയമാകുന്നു. 1500 ചതുരശ്ര മീറ്റർ ചുറ്റളവിലുള്ള വീടിന്റെ മട്ടുപ്പാവ് പച്ചക്കറിത്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ജിസ്മി എന്ന പെൺകുട്ടി. പച്ചമുളക് മുതൽ ചോളം വരെയാണ് ജിസ്മിയുടെ തോട്ടത്തിൽ വിളയുന്നത്. പഠനത്തിനിടയിൽ കൃഷി പരിചരണത്തിനായി രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ സമയമാണ് ജിസ്മി മാറ്റിവെക്കുന്നത്. സ്വന്തമായി വാങ്ങിയ വിത്ത് മുളപ്പിച്ചെടുത്താണ് ഭൂരിഭാഗം പച്ചക്കറികളും ജിസ്മി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. 8 വർഷമായി പച്ചക്കറിത്തോട്ടം നടത്തിവരുന്ന ജിസ്മി പ്രധാനമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത്. തന്റെ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് കണ്ടാണ് താൻ വളർന്നതെന്നും അതാണ് തന്നെ കൃഷി ചെയ്യാൻ ആകർഷിച്ചതെന്നും ജിസ്മി പറഞ്ഞു. ഞാൻ 8 വർഷമായിട്ട് കൃഷി കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്. ചെറുപ്പത്തിലെ തന്നെ പപ്പയും മമ്മയും കൃഷി രീതികൾ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും വളർന്നത്. അപ്പോൾ എനിക്ക് കൃഷിയോട് വല്ലാത്ത താല്പര്യമായി. അപ്പം ഞാൻ കുറേ വിത്തുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായി. പ്രധാനമായിട്ടും ജൈവവളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ചകിരിച്ചോറ്, അതുപോലെ തന്നെ ചാണകം, അങ്ങനെയുള്ള ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യാറുള്ളത്. കൃഷിയിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് പുതുവഴി തുറന്നു കൊടുക്കുന്നതാണ് ജിസ്മിയുടെ പ്രവർത്തനമെന്നും കാർഷിക ആഭിമുഖ്യം വളർത്തിയെടുക്കുന്നതിൽ മുന്നോട്ട് വന്ന ജിസ്മിക്ക് അനുമോദനങ്ങളും ആശംസകളും നേരുന്നുവെന്നും അന്തിക്കാട് സെയിന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ബെന്നി കിടങ്ങൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ സഭാതലത്തിലും നമുക്കിതുപോലെ സാധിക്കും. പല കുടുംബങ്ങളിലും സ്വയം പഴിച്ചും മറ്റുള്ളവരെ പഴിച്ചും നേരമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഈ 2 മിടുക്കി കുട്ടികൾ ചെയ്ത മനോഹരമായ ഈ പ്രവൃത്തിയെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതി വരികയില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് നല്ലൊരു മാതൃക വഴി തുറന്നു കൊടുക്കുകയാണ് ഈ മിടുക്കികളായ സഹോദരിമാർ ചെയ്തിരിക്കുന്നത്. തൃശൂർ അതിരൂപതയിലെ അന്തിക്കാട് ചിറ്റിലപ്പള്ളി ജോസിന്റെയും മേഴ്സിയുടെയും മകളാണ് ജിസ്മി. കർഷകക്ഷേമ വകുപ്പിന്റെ മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡും ജിസ്മി കരസ്ഥമാക്കിയിട്ടുണ്ട്. പുസ്തകങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമാണ് പുതിയ കൃഷിരീതികളെക്കുറിച്ച് ജിസ്മി മനസ്സിലാക്കുന്നത്. ജിസ്മിയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയുമായി കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞു നടക്കുന്നവർക്കും മട്ടുപ്പാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മാതൃകയും പ്രചോദനവും നൽകുന്നതാണ് ജിസ്മിയുടെ പ്രവർത്തനങ്ങൾ. കുടമാളൂർ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി. വിശുദ്ധ കുർബാന മധ്യേ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയതിന്റെ ഇംഗ്ലീഷിലുള്ള കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂരും മലയാളത്തിലുള്ള പരിഭാഷ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് പാടിയത്തും വായിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ സെന്റ് മേരീസ് ഫൊറോന ഇടവകയിൽ നിയമാനുസൃതം ചേർന്ന പൊതുയോഗ തീരുമാനപ്രകാരം പള്ളി വികാരി പ്രസ്തുത ദൈവാലയത്തിന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം എന്ന പദവി ലഭിക്കുന്നതിന് വേണ്ടി നൽകിയ രേഖാമൂലമുള്ള അഭ്യർത്ഥനയും ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് പ്രസ്തുത പള്ളി വികാരിയുടെ അഭ്യർത്ഥനയെ പിന്തുണച്ച് നൽകിയ ശുപാർശയും പരിഗണിച്ചു. കുടമാളൂർ വികാരി ഫാദർ മാണി പുതിയിടത്തെ ആർച്ച് പ്രീസ്റ്റായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ വായിക്കുകയും ആർച്ച് പ്രീസ്റ്റിനെ കൈമാറുകയും ചെയ്തു. കുടമാളൂർ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയതിന്റെ കൽപ്പന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന് കർദിനാൾ കൈമാറി.
ദേവാലയ പ്രധാന ഉയർത്തപ്പെട്ടതോടൊപ്പം ഈ ദേവാലയത്തിന്റെ വികാരി ആർച്ച് പ്രീസ്റ്റ് എന്ന പദവിയിലേക്കും ഉയർത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട മാണി പുതിയുടെ അച്ഛനാണ് ഒന്നാമത്തെ ആർച്ച് പ്രീസ്റ്റ് ആകുന്നത്. അദ്ദേഹത്തിന് ശേഷം വരുന്ന വികാരിമാരും ആർച്ച് പ്രീസ്റ്റ് പദവി ഉള്ളവരായിരിക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആശംസകൾ അർപ്പിച്ചു. 8 നോൻപ് തിരുനാളിനോടനുബന്ധിച്ച് മാതാവിനെ സ്തുതിച്ച് 8 ഗാനങ്ങൾ രചിച്ച് ഈണം പകർന്ന സംഗീത വിരുന്നൊരുക്കിയ അസിസ്റ്റന്റ് വികാരി ഫാദർ മിൻഡോ മൂന്നുപറയലിനെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉപഹാരം സമർപ്പിച്ചു. ഫാദർ മാണി പുതിയിടം, ഫാദർ തോമസ് അഞ്ചുമങ്കിൽ, ഫാദർ തോമസ് ചെക്കോന്തയിൽ എന്നിവർ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ക്രൈസ്തവ മാധ്യമ പ്രവർത്തകർ പ്രത്യാശയുടെ സംവാഹകരാകണം എന്ന ആഹ്വാനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ടേർഷ്യ എന്ന ബെൽജിയൻ കത്തോലിക്ക മാഗസീന്റെ വത്തിക്കാൻ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ക്രൈസ്തവ മാധ്യമ പ്രവർത്തകരുടെ ദൈവവിളിയെപ്പറ്റി പാപ്പ വിശദീകരിച്ചു. നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്ന വിവിധ സ്വരങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും മധ്യേ ക്രൈസ്തവ മാധ്യമങ്ങൾ പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും ശബ്ദമാകണമെന്ന് പാപ്പ അനുസ്മരിപ്പിച്ചു. സമകാലീന പുരോഗതികൾക്കനുസൃതമായി സുവിശേഷ മൂല്യങ്ങളുടെ തനിമ നഷ്ടപ്പെടാതെ മറ്റുള്ളവർക്ക് പകരാൻ ക്രൈസ്തവ മാധ്യമങ്ങൾക്കാകണമെന്ന് പാപ്പ വ്യക്തമാക്കി. തെറ്റിദ്ധാരണകളുടെയും മുൻവിധികളുടെയും സ്വാധീനത്തിൽ സഭയുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. അഭയാർത്ഥികൾക്കായി ജീവിച്ച് അഭയാർത്ഥികളുടെ കുത്തേറ്റ് മരിച്ച ഫാദർ റോബർട്ടോ മൽഗേസിനിയുടേത് രക്തസാക്ഷിത്വമായിരുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്കായി ജീവിതം സമർപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഇറ്റലിയിലെ കുടിയേറ്റക്കാരായി എത്തിയ അഭയാർത്ഥികൾക്കായി പ്രവർത്തിച്ചു വരികയായിരുന്ന ഫാദർ റോബർട്ടോ മൽഗേസിനി ചൊവ്വാഴ്ചയാണ് കുത്തേറ്റ് മരിച്ചത്. കോമോ നഗരത്തിലെ തന്നെയുള്ള പിയാസ സാൻറോക്കോയിൽ രാവിലെയായിരുന്നു സംഭവം. തെരുവിൽ അലഞ്ഞുതിരിയുന്ന അഭയാർത്ഥികളുടെ ചുമതല വഹിക്കുന്ന വൈദികനായിരുന്നു റോബർട്ടോ. അവർക്കായി രാപ്പകൽ അധ്വാനിച്ചു വരവെയാണ് അഭയാർത്ഥി തന്നെയായ 53-കാരൻ വൈദികനെ കുത്തിക്കൊലപ്പെടുത്തിയത്. 1999-ലും ഇത്തരത്തിൽ മറ്റൊരു വൈദികനെ അഭയാർത്ഥികൾ കൊലപ്പെടുത്തിയിരുന്നു. ഫാദർ റോബർട്ടോ മഗേസീനിയുടെ മരണത്തിൽ അനുശോചനമറിയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതൊരു രക്തസാക്ഷിത്വമായിരുന്നുവെന്നും അനുസ്മരിച്ചു. ദരിദ്രർക്കും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർക്കുമായി പ്രവർത്തിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ഫാദർ റോബർട്ടോയെയും അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. ദരിദ്രരോടുള്ള സ്നേഹത്തിന്റെ സാക്ഷിയാണ് ഫാദർ റോബർട്ടോ എന്നും പാപ്പ അനുസ്മരിച്ചു. എമിറേറ്റസ് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ചെരുപ്പ് തുന്നുന്ന ആന്റോണിയോയും മാർപ്പാപ്പയുമായുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള സ്മരണകൾ ശ്രദ്ധേയമാകുന്നു. മാർപ്പാപ്പയുടെ ദീർഘകാല സുഹൃത്തുകൂടിയാകാൻ ഭാഗ്യം കിട്ടിയ ഒരു ചെരുപ്പുകുത്തിയാണ് താനെന്ന് ആന്റോണിയോ പറയുന്നു. അന്റോണിയോ അരല്ലാനോ ബെനഡിക്റ്റ് 16 വേണ്ടിയാണ് ചെരുപ്പുകൾ ഉണ്ടാക്കുന്നത്. പാപ്പായുടെ ചെരുപ്പുകുത്തി എന്ന ഒരു പുസ്തകത്തിലൂടെ എങ്ങനെ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് അന്റോണിയോ അരല്ലാനോ വിവരിക്കുന്നു. ആദ്യമായി ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് ഷൂ ഉണ്ടാക്കാൻ വിളിപ്പിച്ചതോടെയാണ് ആ സ്നേഹബന്ധം ഉടലെടുത്തതെന്ന് അദ്ദേഹം ഓർക്കുന്നു. ജർമ്മൻ പാപ്പായും ഈ പെറൂവിയൻ ചെരുപ്പുകുത്തിയും തമ്മിൽ സുദീർഘമായ ഒരു ചങ്ങാത്തത്തിന് തുടക്കം കുറിക്കുന്ന നിമിഷമായിരുന്നു അത്. തൻ്റെ 50-ാം പിറന്നാളിന് രാവിലെ 10 മണി വരെ ആരും വിളിക്കുകയോ ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയോ ചെയ്തിരുന്നില്ല. ഫോൺ അടിച്ചതുമില്ല. ആ നിമിഷം പാപ്പായുടെ ഡ്രൈവർ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ പിതാവ് താങ്കൾക്കൊരു സമ്മാനം കൊടുത്തുവിട്ടിരിക്കുന്നു, ഒപ്പം അഭിനന്ദനങ്ങളും. 30 വർഷത്തെ ജോലിക്കിടയിൽ അന്റോണിയോ ഒരുപാട് സ്മൃതികൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. പാപ്പായുടെ ചെരുപ്പുകുത്തിയായ അന്റോണിയോ വത്തിക്കാനിൽ നിന്നും അല്പം അകലെ മാറിയാണ് തൻ്റെ കട പ്രവർത്തിപ്പിക്കുന്നത്. അന്റോണിയോയെ ജോലിയിൽ സഹായിക്കാൻ മകൻ ഡാനിയേലും ഒപ്പമുണ്ട്. ഇടപാടുകാരുടെ കുടുംബാംഗങ്ങളോടെന്ന പോലെ പെരുമാറാനുള്ള അസാമാന്യമായൊരു കഴിവ് ഇരുവർക്കുമുണ്ട്. സാധാരണക്കാരുടെ മുതൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരുടെ പോലും ചെരുപ്പുകൾ അന്റോണിയോ തുന്നാറുണ്ട്. ഇറ്റാലിയനിൽ എഴുതിയ പുസ്തകം ഉടൻ തന്നെ സ്പാനിഷിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യും. കോവിഡ് വൈറസിനെതിരെ വിശുദ്ധ കൊറോണയോട് മധ്യസ്ഥം തേടാൻ ഒരുങ്ങുകയാണ് അമേരിക്കയിലെ ഒരു ദേവാലയം. മിഷിഗണിലെ സീക്രട്ട് ഹാർട്ട് ബൈസന്റൈൻ കത്തോലിക്ക ദേവാലയമാണ് വിശുദ്ധ കൊറോണയുടെ മാധ്യസ്ഥം തേടുന്നത്. വിശുദ്ധ കൊറോണയുടെയും ഭർത്താവ് വിശുദ്ധ വിക്ടറിന്റെയും തിരുശേഷിപ്പ് ദേവാലയത്തിൽ വണക്കത്തിനായി വെച്ചാണ് വിശ്വാസി സമൂഹം മാധ്യസ്ഥം യാചിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 2 മണിക്കൂർ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്താനാണ് തീരുമാനം. സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കായിരിക്കും തിരുശേഷിപ്പുകൾ എത്തിക്കുക.
149 വിശുദ്ധരുടെ 200ഓളം തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ദേവാലയത്തിന്റെ ചുമതലയുള്ള ഫാദർ ജോസഫ് മാർക്കൂസ് എന്ന വൈദികനാണ് ഇത് ശേഖരിക്കുന്നത്. പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ വൈറസിനെതിരെ മാധ്യസ്ഥം അപേക്ഷിക്കാൻ രക്തസാക്ഷിയും വിശുദ്ധയുമായ ഒരാളെ നൽകിയത് ദൈവഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിശുദ്ധരോടുള്ള സ്നേഹം നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയ ജോസഫിനെ ആദ്യമായി ലഭിച്ചത് വിശുദ്ധ നിക്കോളാസിന്റെ തിരുശേഷിപ്പാണ്. പിന്നാലെ അദ്ദേഹം കൂടുതൽ തിരുശേഷിപ്പുകൾ ശേഖരിക്കാനായി ആരംഭിക്കുകയായിരുന്നു. അടുത്തിടെയാണ് റോമൻ സാമ്രാജ്യത്തിലെ സൈനികനായിരുന്ന വിശുദ്ധ വിക്ടറിന്റെ തിരുശേഷിപ്പ് ലഭിക്കുന്നത്. AD 170 മാർക്കസ് ഔറേലിയസിന്റെ ഭരണകാലയളവിലാണ് വിക്ടറും ഭാര്യ കൊറോണയും രക്തസാക്ഷിത്വം വരിക്കുന്നത്. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും വിശുദ്ധൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല. ഇതേസമയം തന്നെ കൊറോണയെയും ഭർത്താവിന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാനായി കൊണ്ടുവന്നതിന് ശേഷം വധിക്കുകയായിരുന്നുവെന്നാണ് ചരിത്രം. 1910 ജർമ്മനിയിൽ നിന്നാണ് ഇരുവരുടെയും തിരുശേഷിപ്പുകൾ ലഭിക്കുന്നത്. ബിഷപ്പ്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഇടക്കാല കരാർ ചൈന പുതുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിൻ. വത്തിക്കാനും ചൈനയും ഒപ്പുവെച്ച താൽക്കാലിക കരാർ ഒക്ടോബറിൽ അവസാനിക്കാനിരിക്കെയാണ് കർദിനാൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. റോമിലെ ഇറ്റാലിയൻ എംബസിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗ്യൂസെപ്പെ കോണ്ടെയുമായി നടത്തിയ ചർച്ചകൾക്കിടെയാണ് കർദിനാൾ വത്തിക്കാൻ ചൈന കരാറിനെ സംബന്ധിച്ച് പ്രത്യാശ പ്രകടിപ്പിച്ചത്. ചൈനയിലെ ക്രൈസ്തവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുകയും കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ സിംഹാസനവുമായും മാർപ്പാപ്പയുമായും ബന്ധമുണ്ടാക്കുക എന്നതുമാണ് ഇപ്പോൾ പരിഗണിക്കുന്നതെന്നും കർദിനാൾ വ്യക്തമാക്കി. 2018 സെപ്റ്റംബർ 22 വത്തിക്കാനും ചൈനയും താൽക്കാലിക കരാറിൽ ഒപ്പുവെച്ചത്. കരാറിനു ശേഷവും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ചൈനയിൽ തുടരുകയായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ കുരിശുകൾ നീക്കം ചെയ്യുകയും പള്ളികൾ പൊളിക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. കൂടാതെ ഭൂഗർഭ കത്തോലിക്കർക്കെതിരായും വൈദികർക്കെതിരായുമുള്ള ഉപദ്രവങ്ങളും തടങ്കലിൽ വെക്കുന്നതും ഇവിടെ പതിവാണ്. ചൈനയിലെ വിവിധ സ്ഥലങ്ങളിൽ ബിഷപ്പുമാരില്ലാത്ത 50-ലധികം രൂപതകളാണ് ഉള്ളത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.